നാട്ടിൽ വളരെ നല്ല മികച്ച റെസ്പോൺസോടുകൂടി ഓടിക്കൊണ്ടിരിക്കുന്ന DNA എന്ന മൂവി ഇപ്പോൾ ഇതാ UAയിലും റിലീസായിരിക്കുകയാണ്. അതിലെ പ്രമുഖ താരങ്ങളായ രണ്ടുപേരാണ് ഇന്ന് എന്നോടൊപ്പമുള്ളത്. ഹലോ, ഹന്ന കോശി, ഒപ്പം ഹന്ന റിജി കോശി. ഓക്കെ, മൂവിയിലെ നെയിം ഹന്നാദൻ. ഓക്കെ, അപ്പോൾ ഹന്ന റിജി കോശി മഷ്കൂറാണ് എൻ്റെ ഒപ്പം ഉള്ളത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ കസേരയ്ക്ക് താഴെ 3 ബ്രൂട്ടൽ മർഡേഴ്സ്. Hannah Alexander, stay tuned. അപ്പോൾ ചിത്രം UAയിൽ റിലീസായിരിക്കുന്നു. എന്താണ് പ്രേക്ഷകരോടായിട്ട് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഭയങ്കര സന്തോഷത്തിലാണ് ഞാനിപ്പം നമ്മുടെ UAയിൽ റിലീസായിരിക്കുകയാണ് DNA. ഭയങ്കര അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഒരുപാട് വർഷത്തെ കഷ്ടപ്പാട് തന്നെയാണ് ഈ ഒരു മൂവി DNA. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പ്രൊഡ്യൂസർ KV അബ്ദുൽ നാസർ, അദ്ദേഹത്തോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നമുക്കിവിടെ എത്താൻ പറ്റി. നമ്മുടെ UAയിൽ എൻ്റെ ഫിലിം ഹന്നയുടെ പടങ്ങൾ റിലീസായിട്ട് അവരൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റ്, നമ്മൾ പാവം അതല്ല, നമ്മുടെ പടം റിലീസായി. അപ്പോൾ അത് വലിയ ലെവലിൽ പോയിക്കൊണ്ടിരിക്കും. നല്ല റെസ്പോൺസ് ഉണ്ട്, നാട്ടിൽ നല്ല റെസ്പോൺസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ UAയിൽ റിലീസായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഫിലിം കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. DNA പറഞ്ഞ മൂവി ക്രൈം ത്രില്ലറാണ്, സസ്പെൻസ് ആണ്. നാട്ടിൽ തിയേറ്ററിൽ കാണുമ്പം പ്രായമുള്ളവരും ചെറിയ പിള്ളേരും ഒക്കെ ഒരേ അഭിപ്രായം നല്ലതാന്ന് പറയുമ്പം ചില സമയത്ത് കഷ്കർ കരഞ്ഞിട്ടുണ്ട്. അഭിപ്രായം എല്ലാവരും നല്ലത് പറയുമ്പോൾ സന്തോഷം. നമുക്ക് ഒരു ഇത്ര വർഷം നമ്മൾ എന്താ പറയുന്നത്, ഒരു കുട്ടി ജനിക്കുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷമില്ലേ അമ്മമാർക്ക്, അതുപോലെ എനിക്കൊരു സന്തോഷം. കാരണം ഇത്ര ഫസ്റ്റ് മൂവി എന്നല്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വന്നു. ചെറിയ വർഷങ്ങൾ അപ്പൊ ഒരു സന്തോഷമുണ്ട് നമ്മൾ കാണുമ്പോൾ. നമ്മുടെ സ്ക്രീനിൽ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട ഒരു സംഭവം വരുമ്പോൾ, അത് പോരാത്തതിന് ദുബായിലൊക്കെ എൻ്റെ പടം റിലീസായിരിക്കണം. ഞാൻ അത് വേറെ ലെവലിൽ ചിന്തിച്ച് വെച്ചത്. വേറെ ഒന്നുമല്ല, ദുബായ്, കാരണം നമ്മൾ അതിന് വേറെ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ദുബായിൽ നമ്മുടെ DNA റിലീസായിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം, ആനന്ദക്കണ്ണീരും എല്ലാ വിഷമങ്ങളും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ദുബായിൽ റിലീസായി, ദുബായിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാ മലയാളികളും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും തീർച്ചയായും DNA കാണുക. മലയാളം അല്ലാതെ ഇംഗ്ലീഷും എല്ലാവരും കാണട്ടെ. ഡിഫറെന്റ് ക്യാരക്ടർ. കൂടുതൽ സിനിമയെ പറ്റി പറയുന്നില്ല, ക്രൈം ത്രില്ലറാണ്. സോ ത്രില്ലർ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നമുക്ക് സംസാരിക്കാൻ കൂടുതൽ പറ്റില്ലായിരിക്കാം. ലൊക്കേഷൻ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ? ലൊക്കേഷൻ എക്സ്പീരിയൻസ് ഒത്തിരി ഫണ്ണാണ്. ലൈക്ക് എന്താ പറയാ, ഇപ്പൊ എന്നെ ട്രോളെന്ന് കണ്ടില്ലേ, ഇതുപോലെ തന്നെ സെറ്റിലും ഫുൾ ഫണ്ണാണ്. നല്ല ഫ്രണ്ട്ഷിപ്പാണ്, നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റെപ്പുകളാണ് അദ്ദേഹം ഡാൻസ് ചെയ്യുന്നത്. ഹന്ന റിജി കോശി ഡാൻസ്. അപ്പൊ ഞങ്ങൾ ഡാൻസ് കണ്ടില്ലായിരുന്നു പടത്തിൽ. ഞാൻ ഓരോ സ്റ്റെപ്പ് ഇട്ട് കൊടുക്കും. ഈ സ്റ്റെപ്പ് മതി എന്ന് പറഞ്ഞാൽ ആ സ്റ്റെപ്പ് അത്രേ ഉള്ളൂ. അടിപൊളിയായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലൊരു കോ ആർട്ടിസ്റ്റാണ്. പിന്നെ വലിയ വലിയ ആൾക്കാരല്ലേ അവരൊക്കെ. റെസ്പോൺസ് എല്ലാവരുടെ റെസ്പോൺസും പറഞ്ഞു, പക്ഷെ പ്രത്യേകം ചോദിക്കേണ്ട റെസ്പോൺസ് ആണ്. നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. എന്നോട് പറയത്തില്ലല്ലോ, രഹസ്യമായിട്ട് വെച്ചേക്കുന്നത്. അത് ഡയറക്ടറും അദ്ദേഹം തമ്മിലുള്ള, ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്ക് എന്തായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു കാണുമല്ലോ. മോശമാണെങ്കിൽ ദുബായിൽ നമ്മുടെ പടം റിലീസാകത്തില്ലല്ലോ, അത് തന്നെ. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും നല്ല റെസ്പോണ്ടാണ് ചെയ്യുന്നത്. DNA നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇത് വീണ്ടും നമ്മൾ തന്നെ പറയാം, എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യാന്നല്ലാതെ വേറെ എന്താ നമ്മൾ പറയുക. ഗൾഫ് ചന്ദ്രികയുടെ പ്രേക്ഷകർ എല്ലാവരും തീർച്ചയായും ഈ ചിത്രം കാണണം, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഈ കാണുന്ന പ്രേക്ഷകർ, ഗൾഫ് ചന്ദ്രികയുടെ പ്രേക്ഷകർ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, അഭിപ്രായങ്ങൾ പറയുക, സപ്പോർട്ട് ചെയ്യുക.